ഇറങ്ങി വാ ഞങ്ങൾ കൊണ്ടുപോകാം. ഇറങ്ങി വാ ഇങ്ങോട്ട് ഓടിക്കല്ലേ. ചത്തെന്ന് തോന്നുന്നു. ക്യാമറക്കാരെ തള്ളി താഴെ ഇട്ടോളല്ലേ. നമ്മൾ നിൽക്കുന്നതുകൊണ്ട് അവർക്കൊരു പേടി പോലെ ഇത് അത്തരം പോയിട്ട് നാളെ പരാതിയാണ്. ഈ അമ്മ ഒറ്റപ്പിടിച്ച് കാണും പ്രശ്നമില്ല. അത്രേ ഉള്ളൂ നമ്മൾ കമ്പനി കേട്ടോ ഇങ്ങോട്ട് മാറിയേക്ക്. കട ഇങ്ങോട്ടേക്ക് വരും. മാറിക്കേ പെരുമ്പാവൂരെ കാണാൻ വന്ന ചിലർക്ക് 200 രൂപ പെറ്റിയാണ് സാറേ. എപ്പോഴും റോഡാ. ചോറുണ്ടിട്ട് അങ്ങോട്ട് ഉടങ്ങാൻ കിടന്നപ്പോഴാണ് ഫോൺ വന്നത്. അത് പ്രായമോ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റത്തില്ല. നമുക്കിതിപ്പം വളരെ ഈ 18-ലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ഈ പ്രദേശങ്ങളിലൊക്കെ ഒരുപാട് പെരുമ്പാമ്പിനെ കാണാറുണ്ട്. നമ്മൾ ഈ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. അത് വെള്ളപ്പൊക്കത്തിന് ശേഷമാണ് പത്തനംതിട്ടയിൽ കൂടുതലായിട്ട് ഇതിനെ കണ്ടു തുടങ്ങിയത്. നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെ കളക്ഷൻ സെൻ്റർ ഉണ്ടല്ലോ, അവിടെ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പാമ്പിനെ പിടിച്ചിട്ടുണ്ട്. ഈ ചതുപ്പിലൊക്കെ ഒരുപാട് പാമ്പുകളുണ്ടാകാം. കാട് കയറി കിടക്കുന്ന ഒരു അവസ്ഥയായതുകൊണ്ടാകാം കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിനങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ചേരയെ പോലെ അല്ലെങ്കിൽ ഒരു വിഷമില്ലാത്തൊരു പാമ്പാണിത്. എലിയോ അല്ലെങ്കിൽ അങ്ങനെ കൂടുതലായിട്ടുള്ള അങ്ങനെയുള്ള ജീവികൾ കാണുന്നിടത്ത് തീർച്ചയായിട്ടും ഉണ്ടാകുന്ന സാധനമാണിത്. അങ്ങനെ പേടിക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ ഇല്ല. അറിയിച്ചാൽ മതി. നമ്മുടെ സ്ട്രൈക്കിംഗ് ഫോഴ്സ് ഉണ്ട്, കോന്നിയിൽ സ്ട്രൈക്കിംഗ് ഫോഴ്സിനും അതുപോലെ റാന്നി RRT രണ്ടിടത്ത് നമുക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത്രയും പെട്ടെന്ന് നമ്മളെത്തി റെസ്ക്യൂ ചെയ്യുന്നതായിരിക്കും. അഭിലാഷ് എന്നാണ്. നമ്മൾ കോന്നി സ്ട്രൈക്കിംഗ് ഫോഴ്സിൻ്റെ ടീമാണ് ഞങ്ങൾ എടുത്തത്. ഏറെ നേരം പത്തനംതിട്ട കൗതുകമായിരുന്നു. RRൻ്റെ ലൈസൻസ് നമുക്കുണ്ട്. പിന്നെ അവർ ഉദ്യോഗസ്ഥരെ ഇത് കഴിഞ്ഞേ നമ്മളത് ചെയ്യത്തുള്ളൂ. അവർ ദൂര കാര്യങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മളത് സഹായം ചെയ്ത് കൊടുക്കും. വാർത്തയായിരുന്നു. ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ട്രാഫിക്കൊക്കെ ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. അത് തന്നെ ഒരുപാട് ആൾക്കാർ കൂടി പിന്നെ പോലീസുകാർ വന്നിട്ടാണ് ഗതാഗതം എല്ലാം നിയന്ത്രിച്ചത്. ഇല്ല, പാമ്പിനെ കണ്ടില്ല. നല്ല ആളാണ്. ഞാൻ നോക്കുമ്പോൾ ആക്സിഡൻറ്റ് വല്ലതും പറ്റിയതായിരിക്കും വിചാരിച്ചു. പക്ഷേ ഇപ്പോഴാണ് പിന്നീട് അറിഞ്ഞ പെരുമ്പാമ്പാന്നുള്ളത്. കാണാൻ പറ്റാത്ത വിഷമമുണ്ട്. പിന്നെ ഈ അടുത്തിടെയെങ്കിലും ഇങ്ങനെ സംഭവം കണ്ടില്ല. ഈ പ്രത്യേകിച്ച് ഈ അത്രയും ആൾ താമസമുള്ള സ്ഥലങ്ങളിലൊക്കെ, ടൗണിലൊക്കെ